ഇതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്ളോഗ്. സോ ഒരുപാട് ചിലപ്പോൾ കുറച്ച് ബോറായിട്ടൊക്കെ തോന്നും, പക്ഷേ നിങ്ങൾ സഹിച്ചിരിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ബാംഗ്ലൂർ എയർപോർട്ട് ടെർമിനൽ 2. എയർപോർട്ടിനകത്ത് മനോഹരമായൊരു വെള്ളച്ചാട്ടം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 27th September. ഇന്ന് വൈകിട്ട് ഐ ആം ട്രാവലിംഗ് ടു ജപ്പാൻ ഫോർ ആൻ ഒഫീഷ്യൽ പർപ്പസ്. അപ്പോൾ എൻ്റെ അടുത്ത് രമ്യ പറഞ്ഞു യു ഹാവ് ടു ഡു എ വ്ളോഗ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഞാനൊരു വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും ഈ ട്രാവൽ. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ കൂടെ ഈ വ്ളോഗിലൂടെ ഐ വിൽ ടേക്ക് യു ഓൾ ത്രൂ ദ ജേർണി ആൻഡ് ഐ വിൽ ഗെറ്റ് യു ഓൾ ടു ജപ്പാൻ. സോ അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് നമുക്ക് ഒരുമിച്ചൊരു യാത്രയ്ക്ക് പോകാം. പീസ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്ളോഗ്. സോ ഒരുപാട് ചിലപ്പോൾ കുറച്ച് ബോറായിട്ടൊക്കെ തോന്നും, പക്ഷേ നിങ്ങൾ സഹിച്ചിരിക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. സോ വി ആർ ഓൾ സെറ്റ്. ബാംഗ്ലൂർ ചങ്ങായിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ തിരിക്കാൻ പോവുകയാണ്. ചങ്ങായി ദൂരെ നിൽക്കുന്നു. നമ്മൾ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2 എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് തായ് എയർവേസ് ആണ്. സോ അത് ടെർമിനൽ 2 പോകുന്നത്. അപ്പം ടെർമിനൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ പുതിയ ടെർമിനലാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ടെർമിനൽ. സോ ഐ വിൽ ജസ്റ്റ് ഷോ യു ഗൈസ്. എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഒരു ക്യാബിൻ ബാഗിൻ്റെ സൈസേ ഉള്ളൂ, പക്ഷേ ഇത് ചെക്കിൻ ബാഗാണ്. പിന്നെ ഒരു ബാഗാണ്, ലാപ്ടോപ്പ് ബാഗാണ്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത്, നമ്മുടെ ഫ്ലൈറ്റ് 12:30 മിഡ് നൈറ്റ്. അപ്പോൾ നമുക്കൊരു 9-9:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ചെക്കിൻ ചെയ്യാം. അപ്പോൾ അതുവരെ നമ്മളിവിടെ എവിടെയൊക്കെ കറങ്ങി നടക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ സമയം 8 മണിയാണ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ടെർമിനലിൽ വരുന്നത്. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ടെർമിനൽ ഒരു രക്ഷയില്ല. ബേസിക്കലി ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാമ്പു ഇല്ലേ, നമ്മുടെ മുള വെച്ചിട്ട് ചെയ്തേക്കുന്ന കണക്കാണ് ഇതിൻ്റെ ഫുൾ ഡിസൈനും വന്നേക്കുന്നത്. അല്ലേ, ഇതെല്ലാം മുള പോലെ ഇരിക്കുകയാണ്. ബേസിക്കലി കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെർമിനലാണ് കേട്ടോ, അക്രോസ് വേൾഡ്. ബാംഗ്ലൂർ എയർപോർട്ട് ടെർമിനൽ 2. തായ് എയർവേസിൻ്റെ ചെക്കിൻ കൗണ്ടറിൽ എത്തിയിരിക്കുകയാണ്. ഇനി ബാക്കി പരിപാടി ഇവിടെ ആണ്. ഷോപ്പല്ലേ, പേര് ചായോസ്. ഇതിൻ്റെ ഡിസൈൻ എല്ലാം ഈ എയർപോർട്ടിൻ്റെ ഡിസൈനുമായിട്ട് അല്ലെങ്കിൽ ആർക്കിടെക്ചറുമായിട്ട് മാച്ച് ആവുന്ന രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടല്ലേ, കംപ്ലീറ്റ് ബാംബൂവിൻ്റെ സ്റ്റൈലാണ്. നമ്മുടെ നാട്ടിലെ മുള വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് കണക്കുള്ള ഫീൽ. ഈ ടെർമിനലിനകത്തൊരു ആസ്റ്റർ ക്ലിനിക് ഉണ്ട് കേട്ടോ. ഇതിൽ കാണുന്ന 12:30 TG 326 എന്ന് കാണുന്ന ഫ്ലൈറ്റില്ലേ, അതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ബാങ്കോക്കിലോട്ടാണ്, തായ്ലൻഡിലോട്ടാണ്. പിന്നെ തായ്ലൻഡിലാണ് ബാങ്കോക്കിലാണ് ലേ ഓവർ. എന്നിട്ട് നമ്മൾ അവിടുന്ന് ബേസിക്കലി തായ്ലൻഡിൽ നമ്മൾ അവിടുത്തെ സമയം രാവിലെ 5:30 എത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് അടുത്ത ഫ്ലൈറ്റ്. പിന്നെ ബാങ്കോക്ക് ടു ടോക്കിയോ, അതാണ് അടുത്ത ഫ്ലൈറ്റ്. അപ്പോൾ ബേസിക്കലി ഇവിടുന്ന് ബാംഗ്ലൂർ ടു തായ്ലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 4 മണിക്കൂറിനടുത്ത് ഫ്ലൈറ്റ് ടൈം ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് പിന്നെ അവിടുന്ന് ടോക്കിയോയിലേക്കുള്ള ഫ്ലൈറ്റ് ഏതാണ്ട് 7 മണിക്കൂറോളം ഉണ്ട്. അതാണ് നമ്മുടെ ചെക്കിൻ കൗണ്ടർ.
നമ്മുടെ ചെക്കിൻ കഴിഞ്ഞു. നമുക്ക് ബോർഡിംഗ് പാസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ നമുക്ക് ഗേറ്റിലോട്ട് പോകാം. ഇതിപ്പം ഗേറ്റ് D3 എന്ന് പറയും. അപ്പോൾ അതിന് എവിടെ തപ്പി കണ്ടുപിടിച്ചിട്ട് നമുക്ക് ബാക്കി സമയം അവിടെ പോയിട്ട് പോസ്റ്റ് ആയിട്ടിരിക്കാം. ഇതാണ് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ. നമ്മൾ പോകുന്നത് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറിലോട്ടല്ല, നമ്മൾ പോകുന്നത് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറാണ്. അത് ഓവർ ദെയറാണ്. ഓക്കെ, ഇതാണ് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ. ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറിൽ നമ്മുടെ നമ്മുടെ ഈ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ അകത്തോട്ട് കയറ്റുന്നത്. എയർപോർട്ടിനകത്ത് മനോഹരമായൊരു വെള്ളച്ചാട്ടം. നിങ്ങൾ വിചാരിക്കുന്നത് ഈ കാണുന്ന മരങ്ങളും ചെടികളും എല്ലാം ആർട്ടിഫിഷ്യലാണ്, പക്ഷെ ഇതെല്ലാം റിയലാണ് കേട്ടോ. ഇതെല്ലാം ആക്ച്വൽ ചെടികളാണ്. കേട്ടോ, ഒന്നും ആർട്ടിഫിഷ്യലല്ല. ഇതാണ് വിശാലമായ ഡ്യൂട്ടി ഫ്രീ അറ്റ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ. പെട്ടിയോട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കൊള്ളാം. ഇട്ടിരിക്കുന്ന ചെടികളെല്ലാം നാച്ചുറൽ ചെടികളാണ് കേട്ടോ. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ആർട്ടിഫിഷ്യലാണ് തെറ്റിദ്ധരിക്കുന്നത്. ഇതെല്ലാം നാച്ചുറലാണ്. ഞാൻ പോയി ഇല വെച്ച് നോക്കിയത്. ഓട്ടോറിക്ഷ 2000 രൂപ, വെറും 2000. നമ്മുടെ ഇന്ത്യൻ ദൈവങ്ങളും കൾച്ചറും അതും ഇതെല്ലാം നല്ലൊരു ഷോപ്പാണ്. ഭഗവത്ഗീത, അങ്ങനത്തെ ബൈബിള് അതെല്ലാം ഉണ്ട്. ഇതിനകത്തുള്ള ഏതോ ഒരു ഫ്രഞ്ച് കടയിൽ കയറിയിരിക്കുകയാണ്. ഞാനൊരു മഫിൻ ഓർഡർ ചെയ്തു. ബാക്കി ഫുഡ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് അടിക്കാം. ലൈറ്റായിട്ടൊരു ബ്ലൂബെറി മഫിൻ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗേറ്റിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ ഗേറ്റ് D3 ആണ്. D3 അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, എൻ്റെ അടുത്ത് ഒരു സെക്യൂരിറ്റി പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് ഇനി വീഡിയോഗ്രാഫി ഈസ് നോട്ട് അലൗഡ്. ഓക്കെ, സോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്കിനി എനിക്ക് തോന്നുന്നില്ല അധികം വീഡിയോ എടുക്കാൻ പറ്റുന്നു. ദാറ്റ് ഈസ് നോട്ട് അലൗഡ്. ഓക്കെ, ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുന്നു. ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ക്യൂ ആണ്.
നമ്മളങ്ങനെ ബാങ്കോക്ക് സുവർണഭൂമി എയർപോർട്ടിലെത്തി. ഇപ്പോൾ ഇവിടുത്തെ സമയം രാവിലെ 7 മണി. എനിക്ക് നാട്ടിലെ സമയം ഏതാണ്ട് രാവിലെ ഒരു 5:30 ആയി കാണാം. ഇനി ഇവിടെ നമ്മൾ ടോക്കിയോയിലേക്കുള്ള കണക്റ്റിംഗ് ഫ്ലൈറ്റിലോട്ട് നമ്മൾ ഗേറ്റിലോട്ട് പോകാനുള്ള സ്ഥലത്തിലാണ്. കുറച്ച് നടക്കേണ്ടി വരും. 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കും അടുത്ത ഗേറ്റിലോട്ട് പോകാൻ. അപ്പോൾ നമ്മളെപ്പോഴും കണക്റ്റിംഗ് ഫ്ലൈറ്റൊക്കെ എടുക്കുമ്പോൾ മെയിൻ ഷുവർ നമുക്ക് കണക്ട് ചെയ്യാൻ ഇടയ്ക്ക് ആവശ്യത്തിന് സമയമുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇവിടെ ചിലപ്പോൾ ഒരു 1.5-3 മണിക്കൂർ എടുക്കും അടുത്തൊരു ടെർമിനൽ അടുത്ത ടെർമിനലോട്ടൊക്കെ പോകാൻ. അപ്പോൾ നമ്മളിപ്പം ലാൻഡ് ചെയ്തിട്ട് അടുത്ത ടെർമിനലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ചെയ്യോ ഞാനൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ പിണറായി ചേട്ടൻ്റെ തായ്ലൻഡിലുള്ള കട പണിറായി. അരെ പിണറായി, നമ്മൾ തേരെപ്പുറം വായി നോക്കി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കറക്റ്റ് ഗേറ്റിലോട്ട് പോവാണ്. നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത് S112A എന്ന് പറയും. അവിടെ നിന്നാണ് ടോക്കിയോയിലേക്കുള്ള കണക്റ്റിംഗ് ഫ്ലൈറ്റുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. രാവിലെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടുന്ന് കഴിച്ചു. ഒരു ഓംലെറ്റും ഒരു കപ്പയിലാക്കി. ഇനിയിപ്പം അടുത്ത ഫ്ലൈറ്റ് ഇനി 3-4 മണിക്കൂറുണ്ട്. ഇനി പോയി കിടന്നൊന്ന് ഉറങ്ങണം. ഉറക്കം ശരിയായിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ഫ്ലൈറ്റ് കാണാം, ജപ്പാൻ. ചലോ ബൈ. ഒരു മെട്രോ വഴിയാണ് നമ്മൾ അടുത്ത ഗേറ്റിലോട്ട് പോകുന്നത്. ആ മെട്രോ, ഈ മെട്രോയിൽ കയറിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഗേറ്റിലോട്ട് പോകാൻ. ഇത് നമ്മുടെ എയർപോർട്ടിനകത്തുള്ള ഇൻ്റർണൽ ടെർമിനൽ നെറ്റ് മെട്രോസാണ്. രണ്ട് ഉരുക്ക് പോലിരിക്കുന്ന ആന, ഒരു പിടിയാനയും ഒരു കൊമ്പനാനയാണെന്നാണ് തോന്നുന്നത്. പിടിയാനയ്ക്കും കൊമ്പുണ്ട്. ഇൻട്രസ്റ്റിംഗ്. പാക്ക് ചെയ്ത മാംഗോസ്. നമ്മുടെ ഗേറ്റിലെത്തി. ഇനി അടുത്തൊരു 3-4 മണിക്കൂർ ഇവിടെ പോസ്റ്റായിട്ടിരുന്നാൽ മതി. വേണമെങ്കിൽ ഒന്ന് ഉറങ്ങാം. ഇനി നമ്മുടെ ഗേറ്റിലെത്തി. ഇനി കുറച്ചും കൂടെ 3-4 മണിക്കൂറുണ്ട്. അപ്പോൾ മിക്കവാറും പറ്റുകയാണെങ്കിൽ ഒന്ന് ഉറങ്ങണം. ഒരു ഫാൻസി ജാപ്പനീസ് ടോയ്ലറ്റ്. നമ്മുടെ ബോർഡിങ്ങിന് സമയമായി. സമയം 1 മണി ആവാറായി ഇവിടെ. അപ്പം അടുത്ത ഫ്ലൈറ്റിലോട്ട് ബോർഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ ടോക്കിയോയിലെത്തിയിരിക്കുകയാണ്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. റൈഡൊക്കെ ഓക്കെ ആയിരുന്നു. ഇനി ഇവിടുന്ന് ഇനി ഒരു ക്യാബ് എടുത്തിട്ട് ഹോട്ടലിലേക്ക് പോകണം. ഇവിടെ ഈബിസ് ഇൻ്റർനാഷണൽ ഹോട്ടലാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇനി അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ ടോക്കിയോയുടെ മണ്ണിൽ കാല് കുത്തിയിരിക്കുകയാണ്. ഇനി ഒരു ക്യാബ്, ലഗേജ് എല്ലാം എടുത്തു, എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞു, എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി ഒരു
ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് പോകാൻ പോകണം. ക്യാബ് ഞാൻ ഊബർ ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഊബറൊക്കെ ഉണ്ട് ഇവിടെ, അപ്പം ഊബർ ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഹോട്ടലിൽ ചെന്നിട്ടാണ് നമ്മുടെ ക്യാബ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാബിൻ്റെ അടുത്തോട്ട് പോവാം. One person. One person. Okay. This is our cab. ഹലോ ഗൈസ്, നമ്മളപ്പം ടോക്കിയോ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാനൊരു ഊബർ ബുക്ക് ചെയ്തിട്ട് ഊബർ ഉണ്ടായിരുന്നു ഇവിടെ. ഊബറിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. ഊബറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അരമണിക്കൂർ എന്തോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ ചെന്നിട്ടാണ്. ഒരു കാര്യം പറയാൻ പറ്റുമോ, നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ജിയോ ആണ്. അപ്പോൾ ജിയോയിൽ നമ്മൾ റോമിങ് എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈവൻ തായ്ലൻഡിലും ഈവൻ ജപ്പാനിലും എല്ലാം നമുക്ക് സീംലെസ് ആയിട്ട് നെറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ റോമിങ് എനേബിൾ ചെയ്തുകൊണ്ട് നെറ്റിന് ഒരു രക്ഷയില്ലാതെ നല്ല സ്പീഡുള്ള നെറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകാൻ റോമിങ് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇവിടുത്തെ സിമ്മ് വാങ്ങിച്ചിട്ട് അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് വരേണ്ടി വരും. റൂമിങ് എനേബിൾ ചെയ്തൊരു നല്ല തീരുമാനമായിരുന്നു. അതേപോലെ നമ്മൾ ഇവിടുത്തെ പവർ അഡാപ്റ്ററിൻ്റെ പോർട്ട് നമ്മുടെ ഇന്ത്യയിലെ പോർട്ടല്ല, ഓരോ രാജ്യത്തും ഓരോ ടൈപ്പായിരിക്കും. അപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ഇൻ്റർനാഷണൽ ട്രാവൽ അഡാപ്റ്റർ വാങ്ങിക്കാൻ കിട്ടും. അപ്പം അത് 2 വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതില്ലെങ്കിലും നമ്മൾ പെട്ടുപോകും. അപ്പം നമ്മളിപ്പോൾ എങ്ങനെ പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ട്രാവൽ അഡാപ്റ്റർ വാങ്ങിക്കുന്നതായിട്ട് മറക്കും. നമ്മളെ വിട്ടിട്ട് ചേട്ടൻ പോവാണ് കേട്ടോ. നല്ലൊരു ചേട്ടനായിരുന്നു. ഇതാണ് നമ്മുടെ ഹോട്ടൽ, IB സ്റ്റൈൽസ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. പേര് കാണാൻ പറ്റുന്നുണ്ടാവില്ല. IB സ്റ്റൈൽസ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. കൺജസ്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.